ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ? സുഖല്ലേ? നമ്മൾ ഖത്തറിൽ നിന്നാണ്. മുസ്തഫ എന്നാണ് എൻ്റെ പേര്. ഞാനൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്, മുഷക്കൽ ഗാലറി എന്നാണ്. അപ്പോൾ കൊറോണ ഒക്കെ അല്ലേ, റൂമിൽ വെറുതെ ഇരിക്കുകയാണ്, ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ. അപ്പോൾ ഒരു ഫ്രഷ് മട്ടൻ ബിരിയാണി ഒന്ന് പരീക്ഷിക്കാൻ വിചാരിച്ചു. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ബിരിയാണിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്രഷ് മട്ടൺ വേണം ആവശ്യത്തിന്, ബസുമതി അരി വേണം ആവശ്യത്തിന്, വലിയ ഉള്ളി, അതുപോലെ തന്നെ തക്കാളി വേണം ആവശ്യത്തിന്, പച്ചമുളക്, മല്ലിച്ചപ്പ്, തൈര്, ഉപ്പ് ആവശ്യത്തിന്, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഇറച്ചി മസാല, മട്ടൻ മസാല ആണെങ്കിൽ നല്ലത്, കറുകപ്പട്ട, ഏലക്ക, കറാമ്പൂ, കുറച്ച് ആർക്കേജ് വേണം, കുറച്ച് നെയ്യും. ഇനി നമ്മൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ചെറുതാക്കി കട്ട് ചെയ്ത മട്ടൻ ഇടുക. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പും ഇട്ട് നന്നാക്കി തിളപ്പിക്കുക. തിളച്ച് വരുന്ന സമയത്ത് മട്ടൻ ആയതുകൊണ്ട് നെയ്യ് അത്യാവശ്യം പൊന്തി വരും, അതെടുത്ത് നമ്മൾ ഒഴിവാക്കുക. മട്ടൻ നന്നായി വെന്തതിന് ശേഷം അത് മാങ്ങി വെക്കുക. ഇനി നമ്മൾ അടുത്തത് വേറൊരു പാത്രം വെക്കുക, അതിലേക്ക് നെയ്യ് ഒഴിക്കുക. നെയ്യ് നല്ല ചൂടായി കഴിഞ്ഞാൽ കട്ട് ചെയ്ത് വെച്ച സവാള അതിലേക്ക് ഇടുക. ഇടിച്ചു വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതിലേക്ക് ഇടുക. നന്നായി വഴറ്റുക. കട്ട് ചെയ്ത തക്കാളി അതിലേക്ക് ഇടുക. അതിലേക്ക് കറാമ്പട്ട, ഏലക്ക, കറാമ്പൂ നന്നാക്കി ഇടിച്ച് അതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് കുറച്ച് മട്ടൻ മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. ഇനി നമ്മൾ ആദ്യം വേവിച്ച് വെച്ച മട്ടൻ അതിലേക്ക് ഇടുക. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തൈര് ചേർക്കുക. എന്നിട്ട് നന്നാക്കി ഇളക്കുക. ഇനി നമ്മൾ വേറൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ക്യാരറ്റ്, കറുകപ്പട്ട, കറാമ്പൂ എന്നിവ വിട്ട് കഴുകി വെച്ച അരി അതിലേക്ക് ഇട്ട് വേവിക്കുക. ഇടയ്ക്കൊന്ന് അരിയൊന്ന് ഇളക്കി കൊടുക്കുക. ആ സമയം നമുക്ക് ഒരു സലാഡ് ഉണ്ടാക്കുന്നത് നോക്കാം. ഉള്ളി ചെറുതായി കട്ട് ചെയ്ത്, ക്യാരറ്റ്, കിയാറ്, ഉപ്പ്, തൈര്, ചെറുതാക്കി കട്ട് ചെയ്ത പച്ചമുളക് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായി ഇളക്കുക. ആവശ്യത്തിന് ചപ്പ് ആഡ് ചെയ്യുക. അരി വെന്ത് ചോറ് റെഡിയായിട്ടുണ്ട്. വെന്ത ചോറ് മുമ്പ് മസാല കൂട്ടി വെച്ച ഇറച്ചിയിലേക്ക് ആഡ് ചെയ്യുക. നന്നാക്കി ദമ്മിടുക.
അതിൻ്റെ മുകളിൽ കുറച്ച് ആർക്കേജ് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നാക്കി മൂടി വെക്കുക. ആവശ്യത്തിന് വേണമെങ്കിൽ ചപ്പ് മുകളിലിടുക. കുറച്ച് നാരങ്ങ കഷ്ണങ്ങൾ മുകളിൽ വെക്കുക. നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വിളമ്പാം. എന്നിട്ട് അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാം. ചോറ് എങ്ങനെയുണ്ട്?